Hello students, welcome back to Bosco campus session. In the previous sessions we were discussing in detail about fundamental analysis. So with this session we are moving on to the second approach in security analysis, that is technical analysis. So in this session we will discuss about technical analysis, its meaning, history, assumptions and principles of technical analysis. Technical analysis is the second approach to security analysis and an alternative approach to the stock price behavior. Technical analysis is the forecasting technique that utilizes historical share price data. It is the study of past or historical price and volume movements so as to predict the future stock price behavior. സോ സെക്യൂരിറ്റി അനാലിസിസ് ഫേസിലെ ഫസ്റ്റ് അപ്രോച്ച് ഫണ്ടമെൻ്റൽ അനാലിസിസ് ആയിരുന്നു, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൽ വരുന്ന സെക്കൻഡ് അപ്രോച്ചാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റോക്ക് പ്രൈസ് ബിഹേവിയർ അസർട്ടൈൻ ചെയ്യാനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് അപ്രോച്ച് കൂടിയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ആൻഡ് കമ്മിങ് ഇറ്റ് ടു ഇറ്റ്സ് മീനിങ്, ഇറ്റ് ഈസ് ദ ഫോർകാസ്റ്റിംഗ് ടെക്നിക് ദാറ്റ് യൂട്ടിലൈസസ് ഹിസ്റ്റോറിക്കൽ പ്രൈസ് ഡേറ്റ. സോ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ 3 തരത്തിലുള്ള അനാലിസിസ് നടത്തി ഇൻട്രൻസിക് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത്. ബട്ട് ഇവിടെ ടെക്നിക്കൽ അനാലിസിസിൽ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ ഷെയർ പ്രൈസ് ഡേറ്റ ഉപയോഗിച്ചിട്ടാണ്. സോ ടെക്നിക്കൽ അനാലിസിസ് ഇസ് ദ സ്റ്റഡി ഓഫ് പാസ്റ്റ് ഓർ ഹിസ്റ്റോറിക്കൽ പ്രൈസ് ആൻഡ് വോളിയം മൂവ്മെൻറ്റ്സ് സോ ആസ് ടു പ്രഡിക്ട് ദ ഫ്യൂച്ചർ സ്റ്റോക്ക് പ്രൈസ് ബിഹേവിയർ. സോ പാസ്റ്റ് ഷെയർ പ്രൈസും അതിലുണ്ടാകുന്ന വോളിയം മൂവ്മെൻറ്റ്സിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഫ്യൂച്ചർ സ്റ്റോക്ക് പ്രൈസ് ടെക്നിക്കൽ അനാലിസിസിൽ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ റാഷണലെ ബിഹൈൻഡ് ടെക്നിക്കൽ അനാലിസിസ് ഇസ് ദാറ്റ് ദ ഷെയർ പ്രൈസ് ബിഹേവിയർ റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ഓവർ ടൈം ആൻഡ് അനലിസ്റ്റ് അറ്റംപ്റ്റ് ടു ഡിറൈവ് മെത്തേഡ്സ് ടു പ്രഡിക്റ്റ് ഇറ്റ് റിപ്പിറ്റീഷൻ. സോ ഇവിടെ ടെക്നിക്കൽ അനാലിസ്റ്റ് വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ പ്രൈസ് ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യും. അതായത് പാസ്റ്റിൽ ഒരു ഷെയർ എങ്ങനെയാണോ ബിഹേവ് ചെയ്തിരുന്നത് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും അത് ഫ്യൂച്ചറിലും ബിഹേവ് ചെയ്യുക. സോ ആ റെപ്പറ്റീഷൻ ഡിറൈവ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഓരോ മെത്തേഡ്സുമാണ് ഇവിടെ ടെക്നിക്കൽ അനാലിസ്റ്റ് ചെയ്യുന്നത്. പാസ്റ്റ് പ്രൈസസ് ആർ ദ മേജർ ഡേറ്റ യൂസ്ഡ് ബൈ ദ ടെക്നിക്കൽ അനാലിസ്റ്റ്സ്. അതർ സ്റ്റാറ്റിസ്റ്റിക്സ് സച്ച് ആസ് വോളിയം ഓഫ് ട്രേഡിംഗ് ആൻഡ് ദ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസ് ആർ ഓൾസോ യൂട്ടിലൈസ്ഡ് ടു സം എക്സ്റ്റെൻറ്റ്. സോ ഇവിടെ ടെക്നിക്കൽ അനാലിസ്റ്റിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ എന്ന് പറയുന്നത് പാസ്റ്റ് പ്രൈസസ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് നമ്മളൊരു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറഞ്ഞൊരു കമ്പനി സെലക്ട് ചെയ്യാണ്. സോ അതിൻ്റെ പാസ്റ്റ് പ്രൈസസ് എങ്ങനെയായിരുന്നോ, അത് ഡൗൺ ട്രെൻഡ് ആയിരുന്നോ അപ്പർ ട്രെൻഡ് ആയിരുന്നോ എന്നൊക്കെ ഒന്ന് കൺസിഡർ ചെയ്ത് പിന്നെ അതിൻ്റെ വോളിയം ഓഫ് ട്രേഡിങ്ങും പ്രസൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസും ഒക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഫ്യൂച്ചർ സ്റ്റോക്ക് പ്രൈസ് ബിഹേവിയർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആൻഡ് ദ കോമൺ ടെക്നിക്കൽ ടൂൾസ് യൂസ്ഡ് ഇൻ ടെക്നിക്കൽ അനാലിസിസ് ആർ Dow Theory, ബാർ ആൻഡ് കാൻഡിൽസ്റ്റിക് ചാർട്ട്സ്, ഷോർട്ട് സെല്ലിംഗ്, ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഓക്സിലേറ്റേഴ്സ്. സോ ഇതെല്ലാം ടെക്നിക്കൽ അനാലിസിസിലെ ഓരോ ടൂൾസ് ആണ് വിച്ച് വി വിൽ ബി ഡിസ്കസിങ് ഇൻ ഡീറ്റെയിൽ ഇൻ ദ കമ്മിങ് സെഷൻസ്. Taking a look to its history, the doctrine outlined by Charles H Dow in 1884 in the Wall Street Journal is the basis for technical analysis. He wrote a series of articles in the journal, and A. J. Nelson, a close friend of Dow, formalized the Dow Theory for economic forecasting. Later, analysts used charts of individual stocks and moving averages in the early 1920s for conducting analysis. സോ ചാൾസ് എച്ച് ഡൗവിൻ്റെ 1884 ഡൗ തിയറി തന്നെയാണ് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത്. അതിനുശേഷം എ ജെ നെൽസൺ, ചാൾസ് ഡൗവിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്, അതൊന്ന് ഫോർമലൈസ് ചെയ്തു എക്കണോമിക് ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. പിന്നീട് 1920s അനലിസ്റ്റ് ചാർട്ട്സും മൂവിങ് ആവറേജസും ഒക്കെ ഉപയോഗിച്ച് അനാലിസിസ് കണ്ടക്ട് ചെയ്യാൻ ആരംഭിച്ചു. സോ ഇതാണ് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. Next we have the basic differences between a fundamental analysis and a technical analysis. Fundamental analysis mainly focuses on the qualitative and quantitative data of the company, whereas the share price and volume is the main focus in technical analysis. And in fundamental analysis, the data used were financial statement, whereas in technical analysis, the data used is mainly charts. സോ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ നമ്മൾ കമ്പനി അനാലിസിസിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് നടത്തിയിട്ടാണ് കറക്റ്റ് ഷെയർ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ബട്ട് ഇവിടെ ടെക്നിക്കൽ അനാലിസിസിൽ പ്രൈസ് ചാർട്ട്സ് ഉപയോഗിച്ചിട്ടാണ് അനാലിസിസ് നടത്തുന്നത്. ആൻഡ് ദ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഇസ് കൺസിഡർഡ് ടു ബി എ ലോങ് ടേം ആക്ടിവിറ്റി ആസ് ഇറ്റ് ടേക്സ് ഇയേഴ്സ് ആൻഡ് മന്ത്സ് ടു കംപ്ലീറ്റ് ദ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഓഫ് എ കമ്പനി.
whereas technical analysis is considered to be a short-term activity when compared to the fundamental analysis. And the goal for doing fundamental analysis is for the purpose of investing, whereas technical analysis is mainly done for the purpose of trading. ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിങ്ങും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എപ്പോഴും ഒരു ലോങ് ടേം പീരീഡിലേക്കാണ് നടത്തുന്നത്. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഷോർട്ട് ടേം ആയിരിക്കും. ഇൻട്രാഡേ ട്രേഡിംഗ് ഉണ്ടാകാം, വീക്ക്ലി ട്രേഡ് ഉണ്ടാകാം, മന്ത്ലി ട്രേഡ് ഉണ്ടാകാം, ഷോർട്ട് ടേം ട്രേഡിംഗ് ഉണ്ടാകാം, അങ്ങനെ പല ട്രേഡിങ്സ് ഉണ്ടാവാം. ബട്ട് വെൻ കമ്പയർഡ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്, trading is considered to be a short-term activity. So these are the main basic differences between a fundamental analysis and technical analysis. Next we have the assumptions of technical analysis. So certain assumptions in the basis ilana technical analysis conduct cheyyunnathu. And the assumptions are: the market always moves in a trend. Except for minor deviations, the stock prices moves in trends. The price may create definite patterns too. The trend may be either increasing or decreasing. It continues for some time and then reverses. സോ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് എപ്പോഴും ഒരു ട്രെൻഡിലായിരിക്കും മൂവ് ചെയ്യുന്ന എന്നാണ്. ഇടയ്ക്കുണ്ടാകുന്ന ചെറിയ മൈനർ ഡീവിയേഷൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പാറ്റേണിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഐദർ ഇൻ എ ഡിക്രീസിങ് വേ ഓർ ഇൻ എ ഇൻക്രീസിങ് വേ. കുറച്ച് നേരത്തേക്ക് ആ സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, അതിനുശേഷം അത് റിവേഴ്സ് ചെയ്യും. And the second one is that it is said that the history repeats itself, and this is also true of the stock market. In a rising market, the investor psychology is positive and they purchase shares in greater volume. In a downtrend, they may be especially keen to get out of the market by selling the shares. So second assumptions എന്ന് പറയുന്നത് ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു ഷെയർ എങ്ങനെ ബിഹേവ് ചെയ്തിരുന്നതോ ഫ്യൂച്ചറിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത് എന്നാണ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലും അതുപോലെയാണ്. റൈസിങ് മാർക്കറ്റിൽ അവരുടെ സൈക്കോളജി പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ദേ പർച്ചേസ് ഷെയർ ഇൻ ഗ്രേറ്റർ വോളിയം. അതേസമയം ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലാണെങ്കിൽ അവർ ഷെയർസ് സെല്ല് ചെയ്ത് ആ മാർക്കറ്റിൻ്റെ പുറത്തിറക്കാനാവും ശ്രമിക്കുക. ആൻഡ് ദ ഇൻ്ററാക്ഷൻസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിറ്റർമൈൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർസ്. ദ മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ്. The prices of the security quoted represent the hope, fears, and the inside information of the market players. Various factors can cause a shift in demand and supply, changing the direction of trends. The market discounts everything എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റിൽ ഉണ്ടാകുന്ന എല്ലാ ഫാക്ടേഴ്സും അല്ലെങ്കിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ആ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും. സോ മാർക്കറ്റിൽ അല്ലെങ്കിൽ എക്കണോമിയിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഡിമാൻഡിലും സപ്ലൈയിലും ചേഞ്ചസ് വരുത്താം. ഈ ചേഞ്ചസ് പിന്നെ ട്രെൻഡ്സിൻ്റെ ഡയറക്ഷൻസിലും ചേഞ്ചസ് വരുത്താം. സോ ദീസ് ആർ ദ സർട്ടൻ അസംഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് വി കണ്ടക്ട് എ ടെക്നിക്കൽ അനാലിസിസ്. നെക്സ്റ്റ് വി ഹാവ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ്. ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓൺ വിച്ച് ടെക്നിക്കൽ അനാലിസിസ് ഇസ് ബേസ്ഡ് may be summarized as follows. There are both rational and irrational factors which surround the demand and supply factors of a security. സോ പ്രാവർത്തികവും അല്ലാത്തതുമായ കുറേ ഫാക്ടേഴ്സ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സിനെ എഫക്റ്റ് ചെയ്യാം. ആൻഡ് ദ സെക്യൂരിറ്റി പ്രൈസസ് മേ ബിഹേവ് ഇൻ എ മാനർ ദാറ്റ് ദ മൂവ്മെൻറ്റ് ഇസ് കണ്ടിന്യൂസ് ഇൻ എ പർട്ടിക്കുലർ പാറ്റേൺ ഓർ ഡയറക്ഷൻ ഫോർ സം ലെങ്ത് ഓഫ് ടൈം. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെക്യൂരിറ്റി പ്രൈസസ് എപ്പോഴും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും കുറച്ച് സമയം മൂവ് ചെയ്യുക, അതിനുശേഷമായിരിക്കും അത് റിവേഴ്സ് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരിക. ആൻഡ് ദ ട്രെൻഡ്സ് ഇൻ സ്റ്റോക്ക് പ്രൈസസ് ഹാവ് ബീൻ സീൻ ടു ചേഞ്ച് വെൻ ദെയർ ഇസ് എ ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സ്. സോ ഈ ഒരു ട്രെൻഡിന് അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിൽ ചേഞ്ച് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സിൽ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ്. നമ്മൾ പറഞ്ഞു റാഷണലും ഇറാഷണലുമായിട്ടുള്ള ഫാക്ടേഴ്സ് ഒരു സെക്യൂരിറ്റിയുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സിനെ എഫക്റ്റ് ചെയ്യും. സോ ഈ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണമാണ് ഒരു സ്റ്റോക്ക് പ്രൈസിൻ്റെ ട്രെൻഡിലും അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലും ചേഞ്ചസ് ഉണ്ടാകുന്നത്. ആൻഡ് ദ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ത്രൂ ചാർട്ട് പ്രിപ്പയർഡ് സ്പെഷ്യലി ടു ഷോ ദ മാർക്കറ്റ് ആക്ഷൻ. സോ നമ്മൾ പറഞ്ഞു ചാർട്ട്സ് ഉപയോഗിച്ചിട്ടാണ് മെയിൻലി ടെക്നിക്കൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ മാർക്കറ്റ് ആക്ഷൻസ് റിവീൽ ചെയ്യുന്ന ചാർട്ട്സ് ഉപയോഗിച്ച് നമുക്ക് ഡിമാൻഡിലും സപ്ലൈയിലും ഉണ്ടാകുന്ന ഷിഫ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദ പാറ്റേൺസ് വിച്ച് ആർ പ്രൊജക്റ്റഡ് ബൈ ദ ചാർട്ട്സ് റെക്കോർഡ് പ്രൈസ് മൂവ്മെൻറ്റ്സ് ആൻഡ് ദീസ് റെക്കോർഡഡ് പാറ്റേൺസ് ആർ യൂസ്ഡ് ബൈ ദ അനലിസ്റ്റ് ടു മേക്ക് ഫോർകാസ്റ്റ് അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് പ്രൈസ് ഇൻ ഫ്യൂച്ചർ. സോ ഈ ചാർട്ട്സിൽ കാണിക്കുന്ന പാറ്റേൺസ് ആയിരിക്കും ഒരു സെക്യൂരിറ്റിയുടെ പ്രൈസ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് റെക്കോർഡഡ് പാറ്റേൺസ് ആർ യൂസ്ഡ് ബൈ ദ അനലിസ്റ്റ് ടു ഫോർകാസ്റ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് പ്രൈസ് ഇൻ ഫ്യൂച്ചർ. സോ ഈ പാറ്റേൺസ് വെച്ചിട്ടാണ് ടെക്നിക്കൽ അനാലിസിസിൽ ഫ്യൂച്ചർ
പ്രൈസ് മൂവ്മെൻറ്റ്സ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. So these are the basic principles on which a technical analysis is based or conducted. So in this session we discussed about the meaning, history, assumptions and the principles of technical analysis. Hope all are clear with the topic. Thank you.